ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ നാളെ നടക്കാൻ പോകുന്നൊരു ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ വീണയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് നമ്മുടെ ജോണിനോട് ഇനി തനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടെന്ന് പറയാണ്. ജോണിന് ആകെ വിഷമാവുന്നു കേട്ടോ. പക്ഷേ വീണയെടുത്തുള്ള ദേഷ്യവും എല്ലാം കൂടി ചേർന്നിട്ട് ജോണാണെന്നുണ്ടെങ്കിൽ അമ്മയെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് കനിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണ് എന്ന് പറയാണ്. മേരിക്ക് അത്ഭുതം തോന്നാണ്. നീ എന്താ പെട്ടെന്നൊന്നുമല്ല, വീണ എന്നെ വിളിച്ചിരുന്നു, അവൾക്ക് വേണ്ടി ഇനി കാത്തിരിക്കേണ്ടെന്ന് വീണ പറഞ്ഞു. വീണ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. എങ്കിൽ കനിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് ഞാൻ സരസ്വതി അടുത്ത് പറഞ്ഞോട്ടെ? പറഞ്ഞു എന്ന് ജോൺ പറയാണ്. അപ്പൊ തന്നെ സരസ്വതിനെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ മേരിക്കുട്ടി, അതെ കനിയായിട്ടുള്ള വിവാഹത്തിന് ജോൺ സമ്മതിച്ചു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ടീച്ചർക്കും ഭയങ്കര സന്തോഷമാണ്. ടീച്ചർ അപ്പൊ തന്നെ കനീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോളെ കനി, നീയായിട്ടുള്ള വിവാഹത്തിന് ജോൺ സമ്മതിച്ചു എന്ന്. അപ്പോഴേക്കും കനിക്ക് സന്തോഷം കൊണ്ട് വീടിനെ കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടെ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് തീർന്നത്. നാളെ കാണിക്കാൻ പോണത് നമ്മുടെ വിവാഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാക്കണമെന്ന് മേരി സരസ്വതി അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരവരുടെ ബന്ധുക്കളത്ത് കുറച്ച് പേർത്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് പുറത്ത് കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ എതിർപ്പായിട്ട് വരുവാട്ടോ. ഒരിക്കലും കനീനെ പോലത്തെ ഒരു പെൺകുട്ടീനെ ജോണിന് വിവാഹം കഴിച്ചു കൊടുക്കണ്ട. നമ്മുടെ സമുദായത്തിൽ തന്നെയുള്ള ഏതെങ്കിലും പെൺകുട്ടീനെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയില്ല പെണ്ണുങ്ങൾ, അവരാരെങ്കിലും നോക്കാം. അല്ലാതെ വേറൊരു ഹനീനെ പോലത്തെ ഒരു പെൺകുട്ടീനെ കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധുക്കൾക്ക് ഭയങ്കര എതിർപ്പ് പ്രകടിപ്പിക്കുക കേട്ടോ. മേരി പറയുന്നുണ്ട്, എൻ്റെ മോനെ കനീന് ഇഷ്ടമായി, കനിക്കാണെങ്കിൽ എൻ്റെ മോനെ ഇഷ്ടമായി, എനിക്ക് കനീനെ ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു പെൺകുട്ടിയാണ് അവള്, അതുകൊണ്ട് വേറെ ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോൻ കനിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്ന് മേരി പറയാണ്. ബന്ധുക്കൾ പറയുന്നുണ്ട്, നീ അങ്ങനെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി, നീ നിന്റെ മോനെ ആ കന്യെ കൊണ്ട് കെട്ടിച്ചോ, പക്ഷെ ബന്ധുക്കളായിട്ടുള്ള ഞങ്ങൾ ആരും ആ വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയാട്ടോ. അത് കേൾക്കുമ്പോൾ മേരി പറഞ്ഞിട്ട്, ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു വാശിയും വൈരാഗ്യമാണെങ്കിൽ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ മോനും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രം എന്നാൽ പങ്കെടുത്താൽ മതി എന്ന് മേരി തിരിച്ചു മറുപടിയും പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വല്യമാമനാണെങ്കിൽ പറയേണ്ടത് രജിയുടെയും അതുപോലെ തന്നെ സുജിയുടെയും വിവാഹവും കൂടി ആ സമയത്ത് തന്നെ നടത്തിയാലെന്ന് സരസ്വതി അടുത്ത് പറയാണ്. അത് കൊള്ളായിട്ടാ, രണ്ടുപേരുടെയും വിവാഹം ഒരു ദിവസം തന്നെ ഒരേ പന്തിൽ നടത്താമെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുജിയുടെ വിവാഹത്തിന്റെ കാര്യം സുജിയുടെ അച്ഛൻ അറിയുന്നുണ്ട് കേട്ടോ. കള്ളു കുടിച്ചിട്ട് സുജീനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാണ്. എന്നോട് ചോദിക്കാതെ നിന്റെ വിവാഹം ഉറപ്പിക്കാൻ നിന്നോട് ആരാടി പറഞ്ഞത്? ഞാൻ സമ്മതിക്കില്ല. നീ മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ട് പണം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയിട്ടേ നീ നിന്റെ അനിയത്തിനെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്ക്, എന്നിട്ട് വലിയൊരു വീട് വെക്ക്, എന്നിട്ടൊക്കെ മതി കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് സമ്മതിക്കില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കാണ്. അച്ഛൻ്റെ ബഹളവും ഒച്ചപ്പാടൊക്കെ കേൾക്കുമ്പോഴേക്കും അനിയത്തി ഭയങ്കര കരച്ചിലാട്ടോ. സുജിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സുജി കാര്യം നമ്മുടെ റെജിയുടെ അമ്മേനെയും അച്ഛനെയും വിളിച്ച് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, മോൾക്ക് അവിടെ ഒട്ടും നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ മോളുടെ അനിയത്തിമാരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നേക്ക്, നമുക്കൊരു രജിസ്റ്റർ മാരേജ് നടത്താം, അത്രേ ഉള്ളൂ. പിന്നെ മോളുടെ അച്ഛനെന്നല്ല ആര് വന്നാലും നിന്നെ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല, നിന്റെ അനിയത്തിമാർക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്തോളാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സുജി അനിയത്തിമാരെയും കൂട്ടിക്കൊണ്ട് റെജിയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറായിരിക്കുക കേട്ടോ. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീണയാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനമില്ല. ജോണിനോട് നോ പറഞ്ഞതിന് ശേഷം കനിക്ക് വിട്ടുകൊടുക്കാനും പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലൊക്കെ ജോണിനെ വീണ്ടും നേടിയെടുക്കാൻ വേണ്ടി നോക്കാണ് വീണ കേട്ടോ. അങ്ങനെ വിവാഹത്തിന്റെ ആ ഒരു ദിവസങ്ങളും ഒരുക്കങ്ങളും തുടങ്ങുന്ന സമയത്ത് വീണയാണെന്നുണ്ടെങ്കിൽ ജോണിനെ കാണാൻ വേണ്ടി മേരിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോണിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, എനിക്ക് ജോണേട്ടനെ മറക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. ജോൺ പറയുന്നുണ്ട്, ഇല്ല വീണ, ഇത് ഒരുപാട് വൈകിപ്പോയി, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് നാൾ കാത്തിരുന്നു, അവസാനം നീ പറ്റില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഞാൻ കനിയുടെ അടുത്ത് യെസ് പറഞ്ഞത്, ഇനി അവളെ പറ്റിക്കാൻ എനിക്ക് സാധിക്കില്ല, നിന്നെപ്പോലെ എനിക്ക് അപ്പപ്പോൾ രണ്ട് വർത്തമാനം പറയാൻ പറ്റില്ല എന്ന് ജോൺ നമ്മുടെ വീണയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.